എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി സ്വിസ് റോളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്വിസ് റോള് നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്നത് ഓവനിലാണ്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൈ പാനിലാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സ്വിസ് റോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഫ്രൈ പാനിൽ വെറും 5-10 മിനിറ്റ് കൊണ്ട് ഈ ഒരു സ്വിസ് റോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്വിസ് റോള് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിൽ ഒരു അരിപ്പ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ അരിപ്പയിലോട്ട് കറക്റ്റ് ഒരു 1/2 കപ്പോളം വരുന്ന മൈദ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കറക്റ്റ് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കറക്റ്റ് 1 ടേബിൾ സ്പൂണോളം വരുന്ന കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ്, ഒരുപാട് ആയിപ്പോണ്ട, ഒരു മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇനി ഇതൊരു 3 തവണ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. സാധാരണ നമ്മൾ കേക്കിൻ്റെ റെസിപ്പിയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു 3 തവണയൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു പൊടികളൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ അങ്ങോട്ട് മിക്സ് ആവുകയും ചെയ്യും. നമ്മളിത് ഫ്രൈ പാനിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്ക് ഉൾഭാഗമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഇതേ 3 തവണ ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ കറക്റ്റ് ഒരു 3 തവണ ഈ ഒരു പൊടികളെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നന്നായിട്ട് ക്ലീനായിട്ട് കിടക്കുന്ന ഒരു മിക്സിയുടെ ജാറിലോട്ട് കറക്റ്റ് ഒരു 3.5 ടേബിൾ സ്പൂണോളം വരുന്ന മുഴുവനായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര ചേർക്കണമെന്നില്ല, മുഴുവനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. കാരണം നമ്മളിത് മുട്ടയുടെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കറക്റ്റ് ഇത് 3.5 ടേബിൾ സ്പൂണോളം വരുന്ന പഞ്ചസാര നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു കോഴിമുട്ട അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോഴിമുട്ട എന്ന് പറയുമ്പോൾ ഒരിക്കലും തണുത്തിട്ടുള്ള കോഴിമുട്ട എടുക്കാനായിട്ട് പാടില്ല. അതെപ്പോഴും റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ഒരു കേക്കിനെന്നല്ല എല്ലാ കേക്കിൻ്റെ റെസിപ്പിയിലും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു കോഴിമുട്ട കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം വരുന്ന വാനില എസൻസ് ആണ് കേട്ടോ. വാനില എസൻസ് ഈ ഒരു സമയത്ത് തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എങ്കിലേ നമ്മുടെ ആ ഒരു മുട്ടയുടെ മണം കറക്റ്റായിട്ട് ആ ഒരു കേക്കിലൊന്ന് ബാലൻസ് ആയി കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ ഈ ഒരു വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചിട്ടെടുക്കാം. നല്ല ക്രീമി ആയിട്ട് വരണം. അതുവരേക്കും നന്നായിട്ട് ഈ ഒരു വാനില എസൻസും അതേപോലെ നമ്മുടെ മുട്ടയും പഞ്ചസാരയും നമുക്ക് നന്നായിട്ട് ഒത്തിരി പതപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പഞ്ചസാരയും നമ്മുടെ മുട്ടയും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു രീതിയിൽ തന്നെ പതപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ. എങ്കിലേ നമ്മുടെ ആ ഒരു മുട്ടയുടെ മണം കറക്റ്റായിട്ട് കേക്കിൽ നിന്നൊന്ന് ബാലൻസ് ആയി കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കറക്റ്റ് ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന ഇളം ചൂടുള്ള പാലാണ്. അപ്പോൾ പാലെന്ന് പറയുമ്പോൾ ഒരുപാട് ചൂടില്ല, നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ഒരു ഇളം ചൂട് മാത്രം. അതേപോലെ കറക്റ്റ് 2 ടേബിൾ സ്പൂണോളം വരുന്ന ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണയൊന്നും എടുത്ത് ഉപയോഗിക്കേണ്ട, ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് കറക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് സമയം ഇട്ടിട്ട് നമ്മളിത് അങ്ങോട്ട് കറക്കിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയം ഇട്ട് അങ്ങനെ കറക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ആയിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ഹാർഡായി പോകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ആ ഒരു ഓയിലും പാലും ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒരു 1-2 സെക്കൻഡ് മാത്രം കേട്ടോ, അത്ര മാത്രം മതി. അപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇനി നമുക്ക് നന്നായിട്ട് ക്ലീനായിട്ട് കിടക്കുന്ന ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇനി അതില്ലാത്തവർ സാധാരണ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. എന്ത് വെച്ചിട്ട് ചെയ്യുന്ന സമയത്തും പതുക്കെ ചെയ്തെടുക്കുക കേട്ടോ. സാധാരണ കേക്ക് പോലെയല്ല. നമ്മൾ ഈ ഒരു സ്വിസ് റോള് കറക്റ്റ് മെത്തേഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് അതങ്ങോട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത് ആകെ മൊത്തം അങ്ങോട്ട് ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് പതുക്കെ ആ ഒരു കറക്റ്റ് സെയിം മെത്തേഡിൽ തന്നെ ചെയ്യട്ടോ. പതുക്കെ ഇതുപോലെ അങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് ബലം കൊടുക്കരുതേ. കൊടുത്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അങ്ങോട്ട് ഹാർഡാവും കേട്ടോ. അത് വീണ്ടും എടുത്ത് പറയാനുള്ള കാരണം സ്വിസ് റോളിൻ്റെ ആ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ. റോള് എന്താണ് ആ ഒരു അതിൻ്റെ കറക്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. റോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിനെ സ്വിസ് റോൾ എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ അത് വീണ്ടും എടുത്ത് പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് പതുക്കെ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ സ്വിസ് റോളിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ കേക്കിൻ്റെ ബാറ്റർ പോലെയല്ല, ഈ ഒരു സ്വിസ് റോളിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഇച്ചിരി ഒന്ന് ലൂസ് ആയിരിക്കണം കേട്ടോ. ലൂസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസ് ആവാൻ പാടില്ലേ. കറക്റ്റ് ഇത് ഈ ഒരു പരുവം കേട്ടോ. നമ്മൾ താഴോട്ട് ഇടുന്ന സമയത്ത് റിബൺ പോലെ വീഴുന്നത് പെട്ടെന്ന് അങ്ങോട്ട് വീഴണം കേട്ടോ. ആ ഒരു രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് കറക്റ്റ് ഇത് ഈ ഒരു പരുവം കേട്ടോ. ഇനി ഇതുപോലുള്ളൊരു ഫ്രൈ പാനിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. ഓയിലെന്ന് പറയുമ്പോൾ ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് അങ്ങോട്ട് ഹാർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കയ്യിൽ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുത്തതിന് ശേഷം അത് ഈ ഒരു ബട്ടർ പേപ്പറിൽ അങ്ങോട്ട് കറക്റ്റായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിക്കോട്ടെ. അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഒരു ഫ്രൈ പാന് നേരെ നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ. ഒരുപാട് സമയത്ത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കരുത്. നമ്മുടെ കേക്ക് ഇങ്ങോട്ട് ഹാർഡായി പോകും, നമുക്ക് റോൾ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 4 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക. കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് ഇതുപോലെ അങ്ങോട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബേക്ക് ആയി കിട്ടും. അപ്പോൾ നമുക്കിത് ആദ്യം നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ബേക്ക് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു കത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കോ ഈർക്കോളോ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കുക. അത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം. ഇനി ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ മറ്റൊരു ബട്ടർ പേപ്പറിലോട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു കേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാണ്. കേക്ക് ബേക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് ഒട്ടും നമ്മൾ ഈ ഒരു ഫ്രൈ പാനിൽ വെക്കാനായിട്ട് പാടില്ല കേട്ടോ. കേക്കിൻ്റെ അടിഭാഗം അങ്ങോട്ട് ഹാർഡായി പോകും, അങ്ങോട്ട് മുരിയാനായിട്ട് തുടങ്ങും, ക്രിസ്പായിട്ട് തുടങ്ങും. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതുപോലൊരു ബട്ടർ പേപ്പറിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ റോൾ ചെയ്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ബട്ടർ പേപ്പർ നമുക്ക് പതുക്കെ അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഒരു കേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. റോൾ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ബലം കൊടുത്തിട്ട് തന്നെ റോൾ ചെയ്തെടുത്തോളൂ, എങ്കിലും നമുക്ക് ആ ഒരു കേക്കിന് കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടോട് കൂടി തന്നെ ഈ ഒരു കേക്ക് ഇത്തിരി ബലം കൊടുത്തിട്ട് തന്നെ റോൾ ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ബട്ടർ പേപ്പറിൻ്റെ അറ്റത്തായിട്ട് ചുവന്ന കളറിൽ കാണുന്നത് മറ്റൊന്നുമല്ല കേട്ടോ, റെഡ് ഫുഡ് കളർ ആയതാണ്, വേറൊന്നുമല്ല, മഷിയൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും ഈ ഒരു സ്വിസ് റോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സ്വിസ് റോളിന് ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതൊരു 1/4 കപ്പോളം വരുന്ന വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലെൻഡറിൻ്റെ ബ്ലേഡും അതുപോലെ ഈ ഒരു പാത്രവും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്രീം പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റിഫായി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വന്നിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. പകുതി ഒന്ന് ബീറ്റായി തോന്നിക്കഴിഞ്ഞാൽ കറക്റ്റ് 1 ടേബിൾ സ്പൂണോളം വരുന്ന നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര, പിന്നെ അതേപോലെ നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഈ ഒരു ക്രീം സ്റ്റിഫ് ആകുന്ന വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 1-1.25 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഈ ഒരു സ്വിസ് റോളൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് പതുക്കെ നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പർ അങ്ങോട്ട് അഴിച്ചു കൊടുത്ത് ഈ ഒരു സ്വിസ് റോളിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ക്രീം അങ്ങോട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ കണ്ട കറക്റ്റ് ആ ഒരു റോളായിട്ട് നല്ലൊരു ഫ്ലെക്സിബിലിറ്റിയോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടോട് കൂടി തന്നെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ക്രീം ഇതിലോട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. അപ്പോൾ പതുക്കെ നമുക്ക് ഈ ഒരു ക്രീം ഇതിലോട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു സ്വിസ് റോൾ എന്ന് പറയുന്നത് ഇച്ചിരി ഒന്ന് ജ്യൂസി ആയിട്ട് കിട്ടും. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് പെട്ടെന്ന് പണി കഴിയുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മൾ സ്വിസ് റോൾ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക, അതിനുശേഷം ക്രീം അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പൊക്കെ ആക്കാനായിട്ട് ഇച്ചിരി ഒന്ന് മടിയാണ്. അപ്പോൾ അതൊന്ന് ആ ഒരു സ്റ്റെപ്പ് ഞാൻ അങ്ങ് എവിടെയാണ്, നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് പതുക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. റോൾ ചെയ്തെടുക്കാനായിട്ട് ക്രീം ഒരുപാട് അങ്ങുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പതുക്കെ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബട്ടർ പേപ്പർ അതിൻ്റെ ഉള്ളിലോട്ടാവാതെ പുറത്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സ്വിസ് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് ഈ ഒരു സ്വിസ് റോൾ നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പതുക്കെ ആ ഒരു ബട്ടർ പേപ്പർ അങ്ങോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഈ ഒരു കേക്കിൻ്റെ ഈ 2 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പതുക്കെ കത്തി വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബലം കൊടുക്കരുത്, നമ്മുടെ കേക്ക് അങ്ങോട്ട് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പതുക്കെ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിസ്റ്റർ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സിസ്റ്റർ റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മളിത് സാധാരണ ഫ്രൈ പാനിലാണ് ചെയ്തതെന്ന് ഒരിക്കലും പറയില്ല, അത്ര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് പകരം 1.5 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ആ ഒരു കൊക്കോ പൗഡറിൻ്റെ അത്ര ഒരു ടേസ്റ്റ്, ചോക്ലേറ്റിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നില്ല. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവർ മാത്രം. നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, ഈസിയാണ്. ആ ഒരു നമ്മൾ മിക്സ് ചെയ്യുന്ന ആ ഒരു ബാറ്റർ മിക്സ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ നമ്മൾ റോൾ ചെയ്യുന്ന ആ ഒരു സ്റ്റേജും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. പൊതുവായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.